ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ നന്മയും സൗന്ദര്യവും കരകവിഞ്ഞൊഴുകുന്ന നല്ല നിമിഷമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ ധന്യമാക്കി മാറ്റാൻ ഇതാ നാഥനോടൊപ്പം. എൻ്റെ ഹൃദയത്തിൻ്റെ ചെറിയ കോവിലിൽ പ്രഭ തൂകി നിൽക്കുന്ന ദൈവത്തെ ഞാനും നിങ്ങളും ധ്യാനിക്കണം. ഉള്ളിലെ ദൈവത്തെ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. ദൈവത്തെ എൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകുകൾ അടച്ച് രഹസ്യത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന്. ഇരിക്കാൻ പഠിക്കുകയാണ് പ്രാർത്ഥനയുടെ ആദ്യ പടി. ശാന്തമായി ഇരിക്കാൻ കഴിയണം. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വികാര വിചാരങ്ങളെ ശാന്തമാക്കി ശരീരത്തെ ഏകാഗ്രമാക്കി ഉള്ളിലെ ദൈവത്തെ ധ്യാനിക്കാൻ കഴിയുന്ന നിമിഷം. അവിടെയാണ് ഞാനും നിങ്ങളും ദൈവത്തെ സ്വാഗതം ചെയ്യുന്നത്, പ്രകാശത്തിലേക്ക് പുനർജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് ഈശോ പറയും, അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അത് ബാഹ്യമായിട്ടുള്ള കണ്ണിൻ്റെ അന്ധതയല്ല ക്രിസ്തു പറയുക. നിന്റെ ഉള്ളിലെ പ്രകാശത്തെ നീ കാണുന്നില്ല എങ്കിൽ, ഉള്ളിലെ ദൈവിക പ്രകാശത്തെ ധ്യാനിച്ച് 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 നീ മനസ്സിലാക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരിലുള്ള പ്രകാശത്തെ കാണാൻ നിനക്ക് കഴിയാതെ വരും. പ്രകൃതിയിലുള്ള ദൈവിക പ്രകാശത്തെ കാണാൻ കഴിയാതെ വരും. നീ പ്രകൃതിയെ നശിപ്പിക്കും, മറ്റുള്ളവരെ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെ ശാന്തമാക്കി എൻ്റെ വികാരങ്ങളെ ഒരുപാട് ക്രമപ്പെടുത്തി ദൈവാനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കാം. സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പൗലോസ് ലേഖ കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 15:33 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഇടയിലാണ് എന്ന് തിരിച്ചറിയാം. ആ ദൈവരാജ്യത്തെ കണ്ടെത്തുകയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ജീവിതത്തെ കണ്ടെത്താനുള്ള പരിശ്രമമാകട്ടെ നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും. ഈ ഗാനം ആലപിക്കുമ്പോൾ ഹൃദയപൂർവ്വം ഒന്ന് ശാന്തമായി നമുക്ക് ദൈവത്തെ സ്വാഗതം ചെയ്യാം. എൻ്റെ ഹൃദയത്തിലേക്ക്, അതിൻ്റെ പരിശുദ്ധിയിലേക്ക്, അതിൻ്റെ നിശബ്ദതയിലേക്ക്. അവിടെ ദൈവിക പ്രകാശം കൂടുതൽ ശക്തമാകും, തീവ്രമാകും. ആ പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ആ പ്രകാശത്തിലൂടെ മറ്റുള്ളവരെ, ലോകത്തെ, പ്രപഞ്ചത്തെ, പരിസ്ഥിതിയെ നോക്കിക്കാണാൻ കഴിയും. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും പോരാ, നല്ല ആഴമുള്ള ഒരു ആത്മീയ ജീവിതവും. പ്രാർത്ഥിക്കാം, എന്നും കൃപയോടെ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. സ്നേഹനാഥ യേശുവേ, നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. സ്നേഹനാഥ യേശുവേ,
ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമാ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ശൂന്യത ബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് ശൂന്യത ബോധവുമതിൻ്റെ ശോകമാം ഭാവവുമണിഞ്ഞ് തളർന്നിടുമ്പോൾ തകർന്നിടുമ്പോൾ മരുഭൂവിൽ ജലം തേടും പഥികരാമെൻ്റെ വീതിയിൽ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. പാപമാം കൂരിരുൾ നിറഞ്ഞു ക്ലേശമാം ക്രൂശുകൾ ചുമന്നും പാപമാം കൂരിരുൾ നിറഞ്ഞു ക്ലേശമാം ക്രൂശുകൾ ചുമന്നും കുഴഞ്ഞിടുമ്പോൾ വീടിടുമ്പോൾ എരിതിയിൽ കുളിർത്തേടും അന്ധനാമെൻ്റെ മാനസേ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമാ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. സ്നേഹനാഥ യേശുവേ നിന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഈശോ സ്പർശിക്കുമ്പോൾ ജീവൻ, ഈശോ സ്നേഹിക്കുമ്പോൾ സൗഖ്യം. അവൻ്റെ സ്പർശനമേൽക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല.
ഈശോയുടെ സ്നേഹം അനുഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ജീവനും സൗഖ്യവും ഈശോ നമുക്ക് പ്രദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ജീവനും സൗഖ്യവും നാം കൊടുക്കണം. ഈ പ്രകൃതിക്ക് ജീവനും സൗഖ്യവും നാം കൊടുക്കണം. ദൈവം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് മാലിന്യമായി വലിച്ചു കളയുന്ന എത്രയെത്ര സാധന സാമഗ്രികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് 2-3 പ്രാവശ്യമൊക്കെ ഇട്ടതിന് ശേഷം അത് ദൂരെ എറിഞ്ഞു കളയുന്ന എത്രയെത്ര വ്യക്തികൾ. ദൈവത്തിൻ്റെ സൗഖ്യത്തിനും ജീവനും ഞാൻ എതിരെ നിൽക്കുകയാണ്. പ്രപഞ്ചത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ച് പ്രപഞ്ചവും പ്രകൃതിയും ദൈവത്തിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങി അത് നമുക്ക് ജീവനും സൗഖ്യവും തന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം അടുപ്പിച്ച് സൂര്യൻ ഉദിക്കാതിരുന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന് തീർച്ചയായും പറഞ്ഞാൽ തീരാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട. സസ്യങ്ങൾ അവ മൂലകങ്ങളെ സംയോജിപ്പിച്ച് സസ്യഭുക്കുകൾക്ക് ആഹാരം കൊടുക്കുന്നു, അതിനെ തീറ്റിപ്പോറ്റുന്നു. സസ്യഭുക്കുകൾ മാംസഭുക്കുകൾക്ക് ആഹാരമായി തീരുന്നു. മാംസഭുക്കുകൾ ചെറിയ അളവിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് സസ്യവർഗത്തിന് വീണ്ടും സഹായകമാകുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനവും എൻ്റെ ഉപയോഗവും ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് മാലിന്യങ്ങളും ഒരുപാട് ഉപദ്രവങ്ങളും ഒരുപാട് അസ്വസ്ഥതകളും കൂടി വരുന്നു. വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും പ്രകൃതിയിലും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു വരാം. തിരുത്തേണ്ടതായിട്ടുണ്ട് ഒരുപാട്. പ്രപഞ്ചത്തിലേക്ക് നോക്കി, പരിസ്ഥിതിയിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരുത്താം. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സ്ഥലമാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും. അതിനെ രൂപപ്പെടുത്തിയതിന് ശേഷമാണ് ദൈവം നമ്മളെ രൂപപ്പെടുത്തിയത്. ഈ പ്രകൃതിയെ നശിപ്പിക്കാനല്ല, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സൗഖ്യം ലോകത്തിന് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഈ നിമിഷം ഈശോ എന്നെ സ്പർശിച്ചു എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ അവൻ്റെ സ്പർശനത്തിൻ്റെ സൗഖ്യവും ജീവനും ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഈ ഭൂമിക്ക് കൊടുക്കാൻ, പ്രപഞ്ചത്തിന് കൊടുക്കാൻ, ജീവജാലങ്ങൾക്ക് കൊടുക്കുവാൻ ഞാൻ സദാ സന്നദ്ധനാകണം. അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഒരു ചിന്തയോടെ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. എന്നിലൂടെ അനേകർ ജീവനിലേക്ക്, സ്വസ്ഥതയിലേക്ക്, ശാന്തതയിലേക്ക് വരട്ടെ. ജീവിക്കാൻ അവകാശമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിന്, അതിലെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ ആത്മീയത. അത് തിരിച്ചറിയാതെ പോകുമ്പോൾ ആത്മീയരാകുന്നില്ല എന്ന് പറഞ്ഞു വെച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പായാണ്. ആ മാർപ്പാപ്പായോട് ചേർന്ന് ക്രിസ്തു വചനത്തെ ധ്യാനിക്കാം, ക്രിസ്തു സ്നേഹത്തെ കൂടുതൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അങ്ങനെ നേരിൻ്റെ ഒരു ജീവിതം നയിച്ച് സൗഖ്യത്തിൻ്റെ ഒരാത്മീയത സ്വന്തമാക്കാം. ലോകത്തിന്, ലോക ജനതയ്ക്ക് പകർന്നു നൽകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. വാഴ്ത്താം നിന്നെ പുകഴ്ത്താം നാഥാ എൻ നാഥാ. വാഴ്ത്താം നിന്നെ പുകഴ്ത്താം, നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിഞ്ഞതിനാൽ എൻ്റെ ജീവിത കാലം മുഴുവൻ സ്തുതി പാടാം. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. പോകാം ഞാൻ നിനക്കായി, നാഥാ എൻ നാഥാ. പോകാം ഞാൻ നിനക്കായി, നിന്റെ കരുണയേഴും തിരുമൊഴികളുമാ എൻ്റെ ജീവിത കാലം മുഴുവൻ സാക്ഷ്യമേകാം. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ഈശോ
എന്നെ സ്പർശിച്ചു. ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു. സൗഖ്യം നൽകി രക്ഷിച്ചു. രക്തസ്രാവക്കാരി ഈശോയെ സ്പർശിച്ചു. അവൾ സുഖപ്പെട്ടു. അപ്പോൾ ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. നമ്മുടെ ശക്തിയും കഴിവും ആരോഗ്യവുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് ഒരു സൗഖ്യമുണ്ടാവുക. കുരിശിൽ തൻ്റെ രക്തവും തൻ്റെ ശരീരവും നമുക്ക് വേണ്ടി ത്യാഗപൂർവം നൽകിയപ്പോഴാണ് ലോകത്തിന് രക്ഷ കൈവന്നത്. ത്യാഗമനുഭവിക്കാതെ ആരെയും സുഖപ്പെടുത്താൻ, രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി എത്ര പേരെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ സ്പർശനം, സൗഖ്യം മനുഷ്യരിലൂടെ ഇറങ്ങി വന്ന നിമിഷമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ത്യാഗപൂർവം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം. ക്രിസ്തുവിൻ്റെ വചനം മറന്നു പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി ക്രൂശിതനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ തുടങ്ങിവെച്ച രക്ഷ എന്നിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ ഈ ലോകത്തിലേക്ക് പകരാൻ എനിക്ക് കഴിയും. മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടാൻ എനിക്ക് കഴിയും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ എന്നെ സ്പർശിച്ചു.